കൂട്ടുകാരെ സെയിൻസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ കാർബൈഡ് ഫാക്ടറി കാണിച്ചു തരാമെന്നാണ് വിചാരിക്കണേ. കർണൂലിലുള്ള കാർബൈഡ് ഫാക്ടറി ഉണ്ട്, ഒരു വലിയ കാർബൈഡ് ഫാക്ടറി ഉണ്ട്. അത് കാർബൈഡൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിത വസ്തു ആയതുകൊണ്ട് കാർബൈഡ് ഫാക്ടറി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അത് പൂട്ടിക്കിടക്കാണ്. കുറച്ച് വർഷങ്ങളായി അത് പൂട്ടിക്കിടന്നിട്ട്. അപ്പോൾ എന്നിരുന്നാലും അത് കാർബൈഡ് ഫാക്ടറി എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അവിടെ ഗേറ്റ് ക്ലോസ്ഡ് ആണെന്നാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ആളോട് ചോദിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞത്. എന്നിരുന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. വഴി കുറച്ച് മോശമാണ്. ഇവിടെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിക്കാണ് പോണേ. ഇതിൽ കൂടെ പോകാൻ പറ്റുമോ, എന്തോരം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയ്യോ കൂട്ടുകാരെ, പെട്ടു. ഇതിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ മുൻപിലൊരു ഒരു വെള്ളക്കെട്ടുണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ യാതൊരു മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ വേറൊരു വഴി കണ്ടുപിടിക്കണം. ഇവിടെ കുറേ പന്നിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട, കാട്ടുപന്നികളാണ്, നിറയെ കാട്ടുപന്നികളുണ്ട് ഇവിടെ. പന്നീനെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ പന്നീനെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പിടിച്ച് കട്ട് ചെയ്യാം. ഫോറസ്റ്റ് പിടിക്കില്ല എന്ന് എനിക്കറിയില്ല. പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വഴിക്ക് അതിൻ്റെ പുറകെ കൂടെ നടക്കേണ്ടി വരും. പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പന്നീനെ കഴിക്കാം. എന്തായാലും എനിക്കിഷ്ടമല്ല പന്നീനെ, ഞാൻ പന്നീനെ കഴിക്കില്ല. ഇവിടുന്ന് ഏത് വഴിക്ക് പോയി കഴിഞ്ഞാലാണ് ഈ ലെഫ്റ്റ് പോയി നോക്കാം. ഏതാ വഴിയെന്ന് എനിക്ക് ഒരു പിടിപാടില്ല. ഞാനൊരു ഉദ്ദേശ വഴിയൊക്കെ വെച്ചാൽ പോണേ. ഞാനൊരു പുള്ളിയോട് ചോദിച്ചു. അപ്പോൾ ആള് ഒരു വഴി പറഞ്ഞു തന്നു. ആ വഴി കൂടെ പോയിട്ട് ഞാൻ എങ്ങും എത്തിയില്ല. അത് ഇന്നലെ പോയതാണ്. അത് ഞാൻ തിരിച്ചു വന്നു. ഇരുട്ടായപ്പോൾ തിരിച്ചു വന്നു. പിന്നെ നമുക്ക് പോയിട്ട് കാര്യമില്ല, ഇരുട്ടത്ത് പോയിട്ട് അവിടെ എന്ത് കാണിക്കാനാ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ എത്ര ദൂരം പോകണം, ഏത് വഴിക്ക് പോകണം എന്നൊന്നും ഒരു ഐഡിയയിൽ. ആ കാണുന്നതാണ് കാർബൈഡ് ഫാക്ടറി. പക്ഷെ അവിടേക്ക് എത്തിപ്പെടണം നമുക്ക്. കാണുന്ന കേട്ടോ, അവിടെയാണ് കാർബൈഡ് ഫാക്ടറി. ആ കാണുന്നതാണ് കാർബൈഡ് ഫാക്ടറി. അവിടേക്ക് നമുക്ക് എത്തിപ്പെടണം. അതിന് ഏകദേശം ഒരു വഴിയുടെ ദിശയൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പോകാൻ ശ്രമിക്കണേ. നമുക്ക് നോക്കാം. മഴ ഇടയ്ക്കിട്ട് പെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് ഇവിടെ താഴെ കാണുന്നത്. ഇല്ലെങ്കിൽ ഈ സമയത്തൊന്നും നമുക്കിതിൽ കൂടെ യാത്ര ചെയ്യാനേ പറ്റില്ല, പൊള്ളിപ്പോവും. ചൂട്, നല്ല ചൂടാണ് ഇവിടെ. വഴി ഭയങ്കര മോശമാണ് കൂട്ടുകാരെ, വളരെ മോശമാണ്. ഇതൊരു വീടാണ് കേട്ടോ, ഒരു കുടിലാണിത്. അവിടെ കൃഷിയിടം ഉണ്ട്. അവിടെ മൂരീനെ വെച്ചിട്ട് കാളേനെ വെച്ചിട്ട് ഉഴുന്നുണ്ട്. ഇതൊരു കൊച്ചു കുടിലാണ്. നമ്മുടെ പണ്ടത്തെ കേരളത്തിലുള്ളൊരവസ്ഥ കണ്ട. അവരുടെ മറപ്പരയാണ്. മറപ്പര എന്ന് പറയും. കുളിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത് യൂസ് ചെയ്യുക. കുളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. കറണ്ട് കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് അവർ കണ്ട. അത്രയും ഷീറ്റ് മേഞ്ഞേക്കണ വീടാണ്, കുടിലാണ്. എന്നിരുന്നാലും കറണ്ട് കണക്ഷൻ ഉണ്ട്. ഒരു മറപ്പരയുണ്ട്. അത് നമ്മുടെ ജഗന്നാഥഘട്ട് ഹില്ലാണ്. നമ്മളതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയി കഴിഞ്ഞാൽ ജഗന്നാഥഘട്ടിൻ്റെ വീഡിയോ ഉണ്ട്. കൂട്ടുകാരെ, നമ്മുടെ കാർബൈഡിൻ്റെ ഫാക്ടറി എത്തി. നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അവിടേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടും നമുക്ക് ഒരു പിടിപാടില്ല. നമുക്ക് പോയി നോക്കാം. നമുക്ക് മനസ്സിൽ തോന്നുന്ന വഴി കൂടെ പോവാം. കോട്ടനാണ് കേട്ടോ. ഈ സൈഡിൽ നട്ട് പിടിപ്പിച്ചിരിക്കുന്ന മുഴുവൻ കോട്ടനാണ്, കോട്ടൺ പ്ലാന്റ്സ് ആണ്. ചെറുതായിട്ട് മഴക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാർമേഘം പിടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഈ മഴയൊന്നും പെയ്യില്ല. സാധാരണ ഇവിടെ വൈകുന്നേരമാണ് മഴ പെയ്യാറ്. അപ്രതീക്ഷിതമായിട്ട് ഇപ്പം എങ്ങനെ വല്ല മഴ പെയ്താൽ നമ്മൾ പെട്ടു കൂട്ടുകാരാ, പെട്ടു. അയ്യോ, വഴി കാണാനില്ല. അവിടേക്ക് പോകുന്ന വഴി കാണാനില്ല. ഇവിടെ ഒരു വഴി കാണുന്നുണ്ടല്ലോ. നമുക്ക് ഇതിക്കടെ പോയി നോക്കാം അല്ലേ. യെസ്, ഫാക്ടറി എത്തി. വഴി കണ്ടുപിടിച്ചു. പക്ഷെ ഗേറ്റ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്.
కార్బేడా ఏమో తెల్లదు సార్, ఆ? తెల్లదు మాకు కూడా తెలియదు, మేము కొత్త ఇక్కడ. ఓ తెలుగు హిందీ నై ఆతా? హిందీ రాదు సార్. ఓకే ఓക്കെ ഓക്കെ ఎవరు లోపలికి రావద్దు ఇక్కడ, ఇట్స్ బెటర్. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൈഡിൻ്റെ ഫാക്ടറി തന്നെയാണ്. ഈ കാണുന്നതാണ് ഫാക്ടറി. ആൾ ഓപ്പൺ ചെയ്ത് തരുന്നില്ല, നമുക്ക് ഇങ്ങനെ കാണാനേ മാർഗമുള്ളൂ. भैया 2 मिनट अंदर, 2 मिनट. ഓക്കെ. അപ്പോൾ ആൾ നമുക്ക് ആ ആ അപ്പോൾ സമ്മതിക്കണില്ല. അതാണ് ഫാക്ടറി. ആ കാണുന്ന വലിയ ഫാക്ടറിയാണ്. എന്തോ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തം എന്തെങ്കിലും കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. അവിടെ കുറേ പൈപ്പുകളൊക്കെ പോകുന്നുണ്ട് കാർബൈഡിൻ്റെ ഫാക്ടറിയായിട്ട്. കുറേ തുരുമ്പ് പിടിച്ചു, അതാണ് മെയിൻ പ്രശ്നം. തുരുമ്പ് പിടിച്ചു ഒരു വിധമായി. എൻ്റെ പൈപ്പൊക്കെ, അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പൊക്കെ കണ്ടോ, 2 വലിയ പൈപ്പുകളൊക്കെ തുരുമ്പ് പിടിച്ചു. എൻ്റെ സൈഡിൽ അപ്പുറത്ത് വലിയ ടർബൈൻ പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മൊത്തം തുരുമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുടെ ബോസ് ഉണ്ട്, വരാൻ കിടത്താൻ പറ്റില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയണത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് വേറെ മാർഗ്ഗമില്ല. എന്നിരുന്നാലും ഇതാണ് കാർബൈഡിൻ്റെ ഫാക്ടറി എന്ന് കാണിക്കാമെന്ന് മാത്രമേ എനിക്ക് നിർവാഹമുള്ളൂ. സോറി കൂട്ടുകാരെ. നമുക്ക് എന്തായാലും കർണൂലിലെ വേറെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. ആന്ധ്രാപ്രദേശിൽ അനേക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാത്തിരിക്കുക, ഞാൻ വേഗം വരും. ബൈ.